നാരായണ 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 നാരായണ
മേൽപ്പറ്റൂർ ഭട്ടവര്യൻ ഗുരുഗുണനിധി പൂന്താനമാം ഭക്തവര്യൻ കെൽപ്പേറും സൽപുരാണം കരുണയൊടരുളും കൂടല്ലൂർ വിപ്രവര്യൻ ധന്യശ്രീ വാഴകുന്നം പരമപുരുഷനാമപ്രഭാവം പരത്തും മാന്യൻ മേക്കാടധാന്യം ശുഖമുനി സദൃശർ നൽകണം മംഗളം മേ. ഗുരുവായൂരപ്പ നാരായണ സരസ്തീരേ വസന്തം പുരുഷോത്തമം ശ്രീധരം ശ്രീധരാചാര്യം പ്രണതോസ്മി സദാം ഗിരിം. ശ്രീകൃഷ്ണായ നമഃ. ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവതം അനുസ്യൂതം കഥകളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേങ്ങേരിയുടെ ധന്യധന്യമായ ഭാഗവതവേദി 5 ദിവസത്തെ ഭാഗവത സപര്യ കഴിഞ്ഞ് ഈ 4ാമത്തെ ദിവസം മീനമാസത്തിലെ 30 ചൊവ്വാഴ്ച അമ്മയുടെ വിശേഷപ്പെട്ട തിഥി, അമ്മയുടെ വിശേഷപ്പെട്ട നാളിൽ നമ്മൾ നവസ്കന്ധത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ആചാര്യൻ പലപ്പോഴും എപ്പോഴും പറയാറുള്ളതായ നാമസ്കന്ധത്തിൻ്റെ മഹാത്മ്യം ഏതൊരു ജീവനും ഭഗവാനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന നാമസ്കന്ധം. സ്ത്രീയായും പുരുഷനായും ഒരുമിച്ച് ജീവിക്കേണ്ടി വന്ന ആ ജീവനും യാതൊരു വിഷമവും കൂടാതെ ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പ് ചെന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്താൻ ജീവിക്കരുത്, ഞാൻ എന്തെങ്കിലും സ്ത്രീയാവുക അല്ലെങ്കിൽ പുരുഷനാവുക, അത് രണ്ടും കെട്ടി ജീവിക്കേണ്ടത് എന്തിനാ എന്ന് ചോദിച്ചു ഗുരുവായൂരപ്പനോട് ലഹള കൂടാനല്ല പോയത്, മറിച്ച് ഈ പ്രാരാബ്ധം ഗുരുവായൂരപ്പ അങ്ങ് എന്നെ അങ്ങയിലേക്ക് വിളിക്കാൻ വേണ്ടി തന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാനിതാ ഈ പ്രാരാബ്ധങ്ങളെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞ് അങ്ങേ ശരണം പ്രാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയതായ ആ സുദ്യുമ്നൻ എന്ന ആ കഥ നമ്മൾ അനുസ്മരിച്ചു. വീണ്ടും അടുത്ത കഥയിലേക്ക് പ്രവേശിക്കാം. ഹരേ ഗുരുവായൂരപ്പ. അഥാ നവമസ്കന്ധേ ദ്വിതീയോധ്യായ ശ്രീശുക ഉവാച ഏവം ഗതേദ്ധസുദ്യുമ്നെ മനുർവൈവസുരസുതേ പുത്രകാമസ്തപസ്തേ വേവനായാം ശതം സമാം താതോയജന്മനുദേവമവത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകുപൂർവജാൻ പുത്രാൻ ലേപേ സുസദൃശാൻ ദശ വൃഷദ്രസ്നുവനോ പുത്രോ ഗോപാലോ ഗുണാകൃത കാലയാമാസഗായത്തോ ഗ്രാത്യാം വീരാസനം വ്രത ഏകരാ പ്രാവശ്യഗോഷ്ഠം ശാർദൂലോ നിശിവർഷതേ ശയാനാഗാവുത്ഥായ ഭീതാസ്താവ്രമുർവ്രജേ ഏകാം ജഗ്രാഹഗ്രവാൻ സാധുക്രോശഭയാഗ്രാ തസ്യാസ്തൽക്രന്ദിതം ചുത്വാ ഭദ്രോऽപി സസാരः ഖഡ്ഗമാദായ ദർശാ പ്രളയനോർഗണേ നിശേ അജാനനഹനൻ ഭദ്രോ ശിരശാർദൂലശങ്കയാ വ്യാഘ്രോऽപി വൃക്ണശ്രവണോ നിസ്ത്രിംശാഗ്രാഹകസ്തദാ നിശ്ചക്രാമപ്രശംവേദോ രക്തം പദി സമുത്സൃജൻ മന്യമനോഹരം വ്യാഘ്രം ശക്രഃ പരവീരः അദ്രാക്ഷ്യേ സ്വഹതാം ബഭ്രം ദുഷ്ടായാം നിശുക്കിതാ തം ശാപൗരാചാര്യകാമദാ നക്ഷത്രബന്ധുശുദ്ധസ്വം കർമ്മണാ ഭവിതാമന ഏവം സപ്തസ്ഫൂർണാ പ്രത്യഗൃഹാ കഥാഞ്ജലി അധാരകർമ്മം വീര ഊർധ്വരേതാമുനിപ്രിയം വാസുദേവേ ഭഗവതേ സർവാത്മനി പരേ മലേ ഏകാന്തിത്വം ഗതോ ഭക്തിയാ സർവബോധസുഹൃത്സമാ വിമുക്തസംഘശാന്താത്മാ സയദാക്ഷോ പരിഗ്രഹ യദക്ഷയോപപന്നേന കൽപ്പയൻ മൃത്യുമാത്മന ആത്മന്യാത്മാനമാധായ ജ്ഞാനതൃപ്തസമാഹിത വിചചാരമഹിമേതാന്തിലാന്തമതിരാകൃതി ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിബുദ്ധിര തേനോപയുക്തനോ ബ്രഹ്മപ്രാപ പരാം മുനി കവികനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സബന്ധുവിർവനം നിവേശ്യ ചിത്തേ പുരുഷം സുരോജിഷം വിവേശ കൈശോരവയാ പരംഗത
കരുഷാൻ മാനവാദാസൻ കാരുഷാക്ഷത്രജാതയ ഉത്തരാവതവത്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സല ദൃഷ്ടാദ്ധാഷ്ടമോക്ഷത്രം ബ്രഹ്മഭൂയം ഗതംശിതൗ നൃഗസ്യ വംശസുമതേ ഭൂതജ്യോ ദേസ്തോ വസോ വസോ ഹൃദയകസ്തൽപുത്ര ഓഘവാനോഘവൽപിത കന്യാ ചൗഢവതി നാമ സുദർശന ഉവാഹത ചിത്രസേനോ നരിഷ്യം ദാദൃക്ഷസ്തസ്യ സുതോ ഭവൽ തസ്യ മേധ്വാംസലക്രോർച്ച ഇന്ദ്രസേനസ്തുതൽസുതാ വീര്യോത്രശ്ചിന്ദ്രസേനാൽ തസ്യ സത്യവസ്രവാ അബോധ ഗുരുശ്രവാ സുതസ്തസ്യ ദേവദത്തസ്തതോ ഭവേ തതോഗ്നിവേശ്യോ ഭഗവാൻ അഗ്നി സ്വയമഭൂത്സുത കാനീനൈർവിഖ്യാതോ ജാതോ കന്യോ മഹാൻഷേ തതോ ബ്രഹ്മപുരം ജാതമഗ്നിവേശ്യായനം നമ നരിഷ്യം ദാന്മേപ്രോക്തോ ദിഷ്ടവംശതശ്രുണോ നാഭാഗോ ദിഷ്ടപുത്രോന്യകർണാ വൈശ്രാംഗര ഭരന്തന സുതസ്തസ്യ വത്സപ്രീതിർഭരന്തനാദ് വത്സപ്രീതേ സുതക്താംശോസ്തൽസുതം പ്രമതിം വിദോ ഖനിത്ര പ്രമദേസ്തസ്മാച്ചാക്ഷുരോധ വിവിംശതി സുതോരം ഖനിനേത്രോസ്യ ധാർമ്മിക കരന്തമോ മഹാരാജ തസ്യാസീതാത്മജോ നൃപ തസ്യാവേക്ഷോ യസ്യാ മരുക്തചക്രവർത്യബോധ സമ്മർത്തോയാജയം തയേ ഭായോഗ്യഗ്രസുതാ മരുത്തസ്യ രാജ്ഞോ ന ദധാന്യസ്യ കർശന സർവം നിരണ്മയം ത്വാസ്യർക്കിഞ്ചിച്ചാസ്യ ശോഭനം അമാദ്യരിന്ദ്രസ്വമേനാ ദക്ഷിണാഭിർദിഗാലയാമരഃ പരിവേഷ്ടാരോ വിശ്വദേവാസഭാസജ മരുത്തസ്യ തമപുത്ര തസ്യാസ്യ രാജ്യവർദ്ധന സുതേസ്തത്സുതോരജ്ഞേ സൗഹൃദയോ നരസുതാ തത്സുര കേവലസ്തസ്മാൽ ബന്ധുമാൻ വേഗവാൻ സദാ ബന്ധുസ്തസ്യാഭവയസ്യാത്മവിന്ദുർമഹീപതി തംബേജേർമുഷാ ദേവേ ബലനീയഗുണാലയം വരാക്ഷരായ പുത്രാ കന്യാചേടവിരാഭവത് തസ്യാമുൽപാദയാമാസ വിശ്രവാ ധനദം സുതം പ്രാതായ വിദ്യാം പ്രമാം ക്ഷീരയോഗേശ്വരാൽപിലോ വിശാലശൂന്യബന്ധുശ്ച ധൂമ്രകേതുശ്ചതൽസുതാ വിശാലോ വംശരാജാ വൈശാലീം നിർമ്മമേ പുരീം ഹേമചന്ദ്രസുതസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ജാത്മജാ കൽപുത്രാത് സന്യമാദാസീൽ കുശാത് ഘ്രശാശ്വത് സഹദേവജ കൃശാശ്വ സോമദത്തോ ഭോൽ യോശ്മേലേനിടസ്പതിം ഇഷ്ട്വാ വൃഷമാഭാഗ്ര്യാം ഗിരിം യോഗേശ്വരാശ്രിത സൗമദത്യസ്തുസുമതേസ്തച്യുതോ ജനമേ ജയ ഗേ വൈശാലഭൂപാലാസ്നവിന്ദോ യശോധരാ ശ്രീകൃഷ്ണായ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നമസ്കന്ധേ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗുരുവായൂരപ്പ. നമ്മള് ഇവിടെ ഈ സാധനത്തൊക്കെ എഴുതിയ കൂട്ടത്തില് കോവിഡിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് എന്ന് ഒരു വാചകം ചേർത്തുണ്ട്. കോവിഡിന് നിയമമൊന്നുമില്ല. അതിന് ഇഷ്ടമുള്ളവർക്ക് വരും, ഇഷ്ടമുള്ളവർക്ക് മാറും, ഇഷ്ടമുള്ളവർ അത് കൊണ്ടുപോകും. അത് അതിൻ്റെ വഴിയെ നടക്കും. എന്തായാലും ഇവിടെ നേരിട്ട് ശ്രോതാവ് എന്ന് പറയാൻ ആചാര്യൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ഒപ്പം ഗുരുവായൂരപ്പനും. ഇത് പറയാനുണ്ടായ കാരണം 5 ദിവസത്തെ ഭാഗവതം കഴിഞ്ഞു, ഇന്ന് 6ാമത്തെ ദിവസമായി. ഒരു പുണ്യാത്മാവ് ഇതിൻ്റെ തുടക്കത്തിലെ ദിവസത്തെ 2 ഭാഗങ്ങളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ശ്രീധരം ഭാഗവതം എന്നതാണ് അതിൻ്റെ കോഡ് ഭാഷയോ പാസ്വേഡോ ഇതൊരു സാധനമുണ്ട്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും യൂട്യൂബിൽ ഉണ്ട്. അത് ഇന്നലെ ഒരു അല്പസമയം ഞാനത് കാണും ചെയ്തു. അപ്പം ഇനി ഫേസ്ബുക്കില്ല എന്ന് ദുഃഖിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ നോക്കിയാലും ഇത് കാണാനുള്ള വ്യവസ്ഥ ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നുണ്ട്. ഒരു പുണ്യാത്മാവിലൂടെ ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കില്ല തിരുമേനി, അതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനിയുടെ അടുത്ത് പരാതി പറയണ്ട. അഥവാ ഗുരുവായൂരപ്പൻ ഫേസ്ബുക്കില്ലാത്തവരും ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11-ാം തീയതി മഹാശിവരാത്രി ദിവസം ഇവിടെ തുടങ്ങിയിട്ടുള്ള ആചാര്യനെയും കുടുംബത്തെയും നമ്മളെല്ലാവരും നമസ്കരിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഭാഗം തൊട്ട് തന്നെ യൂട്യൂബിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളും ആ പുണ്യാത്മാവ് യൂട്യൂബിലേക്ക് ആക്കും. അഥവാ ആ പുണ്യാത്മാവിനെ കൊണ്ട് ഗുരുവായൂരപ്പൻ യൂട്യൂബിലേക്ക് ആക്കിപ്പിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ കരണ്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്.
കരണ്ട് പോയാൽ അതിനെ പ്രതികരിക്കാനുള്ളതായ ആ ഒരു പെട്ടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാഗവത്തിലൂടെ വാങ്ങി കൊടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ വേങ്ങേരി പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാന്റെ ഇച്ഛയെ മറികടക്കാൻ ഒരു പെട്ടിക്കും ഒരു കണ്ടുപിടുത്തത്തിനും മനുഷ്യ പ്രയത്നങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. അദ്ദേഹം പറയാറുള്ളത് നല്ല 2 കണ്ണ് തന്നിട്ടുണ്ട്. എന്തിനാ? ഗുരുവായൂരപ്പനെ നോക്കിക്കാണാൻ. നമ്മളോ ആ ഗുരുവായൂരപ്പനെ മാത്രം നോക്കില്ല, ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ആ തിരുനടയിൽ ചെന്നിട്ടുള്ള വിഗ്രഹരൂപത്തിലുള്ള ഗുരുവായൂരപ്പനെ ഒന്ന് കാണേണ്ട എത്തുന്ന സമയത്ത് പോലും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ ഗുരുവായൂരപ്പനെ നോക്കണേന് പോയാൽ പിന്നാക്കം തിരിഞ്ഞു നോക്കി ആ നടക്കുന്ന ആളുകൾ മാറും എന്ന് പറഞ്ഞിട്ട് അവിടെ പോരും. 2 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോൾ പോലും ആ വിഗ്രഹരൂപത്തിലുള്ള ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ളതായ ക്ഷമ കാണിക്കാതെ കണ്ട് ലോകത്തിൻ്റെ മറ്റ് മായകളിലേക്ക് നോക്കുന്ന നമ്മുടെ കണ്ണുകളെ ഗുരുവായൂരപ്പൻ സങ്കടം കൊണ്ട് ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുറേശ്ശെ കാഴ്ച കുറച്ച് കൊണ്ടുവരും. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ മുഴുവൻ ഗുരുവായൂരപ്പൻ നമുക്കൊരു താക്കീത് തന്നുകൊണ്ട് കുറച്ച് കൊണ്ടുവന്നാലും അതിനെയൊക്കെ ഗുരുവായൂരപ്പൻ ഞാൻ ജയിച്ചോളാം എന്ന് പറഞ്ഞ് കണ്ണക വെച്ചിട്ടും ചെവിയിൽ വിഷയം വെച്ചിട്ടും ഇങ്ങനെ പല രീതിയിലും നമ്മളെ ഗുരുവായൂരപ്പനെ തോൽപ്പിക്കാൻ നോക്കും. പക്ഷേ ഗുരുവായൂരപ്പൻ ഉണ്ടോ? തോൽക്കാൻ പറ്റണോ? നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ അതിശയകരമായ ശക്തിയിൽ മുഴുവൻ വീണ്ടും നമ്മളെ തളച്ചിടാൻ നോക്കും. പക്ഷെ നമ്മൾ അതിനൊക്കെ കുടഞ്ഞ് പുറത്ത് താടാൻ നോക്കും. പറയാനുണ്ടായ കാരണം ഇത് കേൾക്കാൻ വേണ്ടി മോഹിച്ചിരിക്കുന്ന പുണ്യാത്മാക്കളെല്ലാം ഇതൊരു സൗജന്യമാണെന്ന് കണക്കാക്കി, അഥവാ അതൊക്കെ ഇങ്ങനെ ഇവിടെ വന്നോളൂ എന്താ പറയണ്ടേ, ആ അവസ്ഥ മാറ്റണം. ഇത് അമൂല്യമാണ്, വിലയില്ലാത്തതെന്നല്ല, വില പറയാൻ പറ്റാത്തതാണ്. ഗുരുവായൂരപ്പന് വില പറയാൻ പറ്റില്ല, ഗുരുവായൂരപ്പനെ വിലയ്ക്ക് കിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഏതെങ്കിലും ഒരാൾക്കെങ്കിലും കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങോട്ട് ഞാൻ കേട്ടിട്ട് പറഞ്ഞു, തിരുമേനി ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചിലവുണ്ടായില്ല, പല ആളുകളോടും പറയാൻ ഇത് ചിലവ് പ്രത്യേകിച്ചുണ്ടായിട്ടില്ലല്ലോ. അവരോടൊക്കെ വീണ്ടും പറഞ്ഞോളൂ. ഏത് നിമിഷമാണ് ഈ നമ്മൾ പറയുന്ന വാക്കൊരു ഗുരുവാക്യായിട്ട് അവർക്ക് അനുഭവപ്പെടുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും പറഞ്ഞ ആളോട്, പറയാത്ത ആളോട് വീണ്ടും പറഞ്ഞോളൂ. മലപ്പുറം ജില്ലയിലെ അരീക്കോട് അടുത്ത് പുല്ലൂർമണ്ണിൽ എത്തി വെച്ചിട്ട് വേങ്ങേരിയുടെ പേരിൽ രാമൻ നമ്പൂരി ഭാഗവതൻ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയുന്നത് കുറച്ച് നേരത്തെ കേട്ടു നോക്കിക്കോളൂ എന്നുള്ളൊരു വാക്ക് വീണ്ടും പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പുണ്യാത്മാവിന് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഗുരുദക്ഷിണയ്ക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഗുരുവായൂരപ്പൻ പറഞ്ഞത് തനിക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കലാണ് എന്ന് പറയുന്നു. അപ്പോൾ താൻ അനുഭവിക്കുന്നതായ ഈ ഭാഗവത കഥകളെ മറ്റൊരാളിൽ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ അനുഗ്രഹം. അതുകൊണ്ട് മടുക്കണ്ട, വീണ്ടും പറഞ്ഞു കൊടുത്തോളൂ. കുറച്ച് സമയമെങ്കിലും കേട്ട് നോക്കിക്കോളൂ. നിങ്ങളുടെ സൗകര്യം പോലെയുള്ള സമയത്ത് കേട്ടോളൂ. അപ്പോൾ അവർ പറയണ ഫേസ്ബുക്ക് ഇല്ല, അല്ലെങ്കിൽ പല കാരണങ്ങളും അവർ ഒഴിയാൻ നോക്കും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പറയാം, നിങ്ങൾക്ക് യൂട്യൂബിലും ഇത് കേൾക്കാം. ശ്രീധരം ഭാഗവതം എന്ന യൂട്യൂബിലെടുത്താലും ഇത് കേൾക്കാമെന്ന് പറഞ്ഞ് അവരെ ശാസിക്കില്ല, സ്നേഹത്തോടു കൂടി അവരുടെ ഇഷ്ടം നോക്കിയിട്ട് നമുക്ക് ഈ ഭാഗവത വേദിക്ക് അവരെ ക്ഷണിക്കണം, അവരെ എത്തിക്കണം എന്നൊരു വാക്കുകൂടി പറയട്ടെ. ഒപ്പം ഈ കേൾക്കുന്നത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, നമ്മുടെ പ്രാർത്ഥനകളെ കൊണ്ടല്ല എന്ന ബോധത്തോടുകൂടി ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് തിരുനാമം ജപിച്ചുകൊണ്ട് ഇത് മുടക്കം കൂടാതെ കേൾപ്പിച്ച് തന്നെ ഗുരുവായൂരപ്പ എന്ന് ഭഗവാന്റെ പാദത്തിൽ സമർപ്പണ ബോധത്തോടു കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പല കാരണങ്ങളും പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഇതിൻ്റെ ഓൺലൈവ് നിന്ന് പോയാൽ ഇത് പിന്നീട് ഒരിക്കലും നമുക്ക് ആ നഷ്ടപ്പെട്ടത് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കരണ്ടിനെ പറയുന്നുള്ളൂ. പല കാരണങ്ങളെ കൊണ്ട് മുടങ്ങാം. എനിക്കും ഈ കാര്യത്തിൽ നിന്നും ഒട്ടും തന്നെ ക്യാമറ വെച്ചുള്ള മൊബൈലൊന്ന് തിരിപ്പിടിക്കാൻ പോലും അറിയില്ല. ഇതെല്ലാം നടത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ്. അത് വിഘ്നങ്ങൾ കൂടാതെ നടത്തി തരണേ എന്ന് വിഘ്നേശ്വരനായ ഗുരുവായൂരപ്പനോടും സുബ്രഹ്മണ്യ സ്വാമിയായ ശ്രീമദ് ഭാഗവത സേനാപതിയായ ഗുരുവായൂരപ്പനോടും
ഇതെല്ലാം ഉത്സാഹത്തോടു കൂടി കൊണ്ടു നടക്കുന്ന മഹാദേവനോടും ഇന്നത്തെ പ്രത്യേക ദിവസം 30 ചൊവ്വാഴ്ച എന്ന സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കണം. ഏതായാലും ആചാര്യൻ്റെ കഥാഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും എത്താം. ഹരേ ഗുരുവായൂരപ്പ. ഗോവിന്ദ 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 ഇവിടെ സുന്ദരാവുന്ന ഇള ഭഗവാനെ സേവിക്കാൻ എല്ലാം വിട്ട് 2 ഭാവവും കൂടി കയ്യിൽ കിട്ടി. 2 വിട്ട് 2 ഭാവമാണെങ്കിലും ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഭഗവാനെ സേവിച്ച് ഭഗവാനെ പ്രാപിച്ച് കഥ കേട്ടു. പിന്നെയും പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് പുത്രകാമസ്തപസ്ഥേതേ യമുനായാം ശതം സമ ഈ വൈവസ്വതമനു കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ആ സങ്കല്പത്തോടു കൂടി അനവധി കാലം യമുനാതീരത്ത് പോയിട്ട് തപസ് ചെയ്തു. അതും യമുനായാം ശതം സമ 100 കൊല്ലമാണ്, 100 ദിവ്യ സംവത്സരമാണ് തനിക്ക് സന്തതി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യമൊന്നും ഉണ്ടായി ഇങ്ങനെയായിട്ട് പുത്രനും പുത്രിയും അല്ലാതെ പോയി അവസാനം ഭഗവാനിലെത്തി. എന്നാലും ഇനിയും സന്തതി ഉണ്ടാവണമെന്ന ഭാവത്തിലാണ് യമുനാതീരത്ത് പോയി സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 100 കൊല്ലമാണ് മനു തപസ് ചെയ്തത്. പുത്രകാമസ്തപസ്ഥേവേ യമുനായാം ശതം സമ തതോയജന്മനുദേവം അപത്യാഹം ഹരിം പ്രഭും ഇക്ഷ്വാകും ഉപജൻ പുത്രാൻ ലേവേ സ്വസദൃശാൻ ദേശ. അങ്ങനെ ആ സങ്കല്പശുദ്ധി കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. പ്രദ്യുമ്നൻ തപസ്സിന് പോയപ്പോഴാണ് ഈ മനു ഭഗവാനെ സേവിക്കാൻ തപസ് ചെയ്യാൻ വേണ്ടി യമുനാതീരത്ത് പോയിട്ട് സന്തതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 100 കൊല്ലമാണ് ഭഗവാനെ സേവിച്ച്. അതിൻ്റെ ഫലമായിട്ട് 10 പുത്രന്മാരുണ്ടായിരുന്നു. തനിക്ക് വിദ്യരായ 10 പുത്രന്മാർ മനുവനുണ്ടായി. ഇക്ഷ്വാകു പൂർവജന്മപുത്രാൻ ലേഭേ സ്വസദൃശാൻ. ഇക്ഷ്വാകു തുടങ്ങിയ 10 പുത്രന്മാരാണ്. അതിന് മൂത്ത പുത്രനാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകുങ്ങിയ 10 പുത്രന്മാര് ഇവിടെ മനുവനുണ്ടായെന്ന് കാണിച്ചു. അതിൽ പ്രധാനിയാണ് വൃഷഭ്രൻ. അദ്ദേഹം ഒരിക്കല് വൃഷഭ്രസ്തു മനോപുത്രോ ഗോപാലോ ഗുരുണാകൃതാ പാലയാമാസദായോ രാത്രിയാം വീരാസനൗരത. ഒരിക്കല് മനുപുത്രന്മാരിൽ പ്രധാനിയായ വൃഷഭ്രന് ഈ മനുവിൻ്റെ പുത്രനായ വൃഷഭ്രന് സന്താനം ഉണ്ടായില്ല. അതെന്തുകൊണ്ടുണ്ടായില്ല? അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഭാഗവതം പറയുന്ന അദ്ദേഹത്തിന് ഗുരുനാഥന്റെ തൊഴുത്തിലെ പശുക്കൾ നോക്കാൻ കൂടി. വൃഷഭ്രന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പശുക്കൾ നോക്കുക. പാലയാമാസദായോ രാത്രിയാം വീരാസന. വീരാസനത്തില് ഇരുന്നുകൊണ്ട് ഉറക്കം ഒഴിച്ചുകൊണ്ട് അത് പശുക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടമൃഗങ്ങൾ വരും. ആ ദുഷ്ടമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ആയുധമായിട്ട് ഇരുന്നുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കുന്ന ജോലിയാണ് ചെയ്തത്. ഗുരുനാഥന്റെ തൊഴുത്തില് പശുക്കളെ നോക്കുകയാണ്. അങ്ങനെയൊക്കെ പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കല് ഏകദാ പ്രാവിശദ്ദോഷം ശാർദൂലോ നിശി പരിഷതി ശയാനാഗാവൗത്ഥായ ശ്രീകാസ്താഭൂരജെ. അങ്ങനെ പശുവിനെ നോക്കി ഇരിക്കുകയാണ്. ഒരിക്കല് രാത്രി സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ശാർദൂലോ നിശി പരിഷതി. നല്ല മഴ ഉള്ള ഒരു രാത്രിയില് പുലി കൊടുത്തിരിക്കുന്ന അത് ശയാനാഗാവൗത്ഥായ ഭീതാസ്താഭൂരജെ. പശു അവിടെ ഉറങ്ങായിരുന്നു. അവിടേക്കാണ് ഈ
പുലി ശാന്തൂലോ നിശിവരിഷതി. അതും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലി തൊഴുത്തിൽ കയറിയത്. എന്നാൽ തൊഴുത്തിൽ കയറിയതോടുകൂടി ഈ ഉറങ്ങണെ പശു ആകെ ഭയപ്പെട്ടു പോയി. ആകെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുലിയുടെ വരവ് ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന പല നിൽക്കും ഈ പശു ഇങ്ങനെ കൂടുണ്ട്. ഏകാം ജഗ്രാഹബലവാൻ സായുക്രോശഭയാതുരാസ്യാസ്തൽ ക്രന്തിതം ശ്രുത്വാ പൃഷഭ്രോഭിസസാരഃ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കെ പുലി പിന്നാലെ പശുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. അങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ പശു ഓടുന്നു. പശു ആണെങ്കിൽ വലിയ വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കരണ്ടറസ്യാസ്തൽക്രന്തിതം ശ്രുത്വാ. പശുവിന്റെ കരച്ചില് കേട്ടിട്ടാണ് വൃഷഭൻ പെട്ടെന്ന് ചെന്നത്. വൃഷഭൻ വളരെ വേഗം ചെന്നു. വീരാസത്തിരിക്കായിരുന്നു അവിടെ. കാരണം ഇടയ്ക്ക് നടക്കേണ്ടതാണ്. പക്ഷെ നല്ല മഴ പെയ്യാതുകൊണ്ട് നടക്കാതെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പശുവിന്റെ കരച്ചില് കേട്ട് വൃഷഭൻ വളരെ വേഗം അവിടെ പോയി തന്റെ ആയുധമായിട്ട് ഖഡ്ഗമാദായ പരസോട് ഗണീരിഷി അജാനന്യഹനഭ്രോഷിരൂലശങ്കയ. ഈ രാത്രിയാണ് മഴ പെയ്യുന്ന കണ്ണ് കാണുന്നത് പോരാ എന്ന ഭാവത്തിലാണ്. നക്ഷത്രങ്ങളുടെ പ്രകാശത്തിലാണ്. പ്രളീനോടുകണേദിശി. നക്ഷത്രങ്ങളുടെ പ്രകാശത്തില് കുറേശ്ശെ കണ്ണ് കാണുന്നുണ്ട്. ശരിയായിട്ട് കാണുന്നില്ല എന്ന ഭാവത്തിൽ തിരിച്ചറിയാൻ പറ്റിയില്ല. അതിശക്തിയായ മഴയും പെയ്യുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റാതെ കണ്ട്. കാരണം പുലിയെ കണ്ട നദിയാണ് ധരിച്ചു എന്നാണ്. അന്ന് ധരിച്ചുകൊണ്ടാണ് ഈ പരിഭ്രമത്തില് കുറച്ചുറപ്പുണ്ട്. ഈ പരിഭ്രമത്തിലാണ് വാളിട്ട് ഈ പശുവിനെ പുലിയെയാണ് വെട്ടിയത്. പുലിയെയാണെങ്കിലും വാസ്തവം സംഭവിച്ചത് പശുവിനെ വെട്ടിക്കൊണ്ടുവന്നു. അതും പശുവിന്റെ ശിരസ് മുറിഞ്ഞു കൊണ്ടുപോയി. ഈ വെട്ടുകേട്ട് അറിയാതെ കണ്ട് പറ്റിയത് ആ പുലിയെ വെട്ടിയതാണെങ്കിലും മുറിഞ്ഞത് പശുവിന്. വ്യാഘ്രോമി വൃക്കണശ്രവണോ നിസ്ത്രീംശാഗ്രാഹതസ്തഥാ നിശ്ചക്രാമഭൃശംഭീതോ രക്തം പതിസംജു. ഈ വാളിന്റെ മുകളിലൊക്കെ രക്തമായിട്ടുണ്ട്. അപ്പം പുലിയുടെ രക്തമാണെന്ന് വാസ്തവം ധരിച്ചു. പുലിയെ വധിച്ചു എന്നാണ് ധരിച്ചത്. പുലിയെ വധിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് സമാധാനായിട്ട് പോന്നു. വെളിച്ചായപ്പം നോക്കിയപ്പം അവിടെ പശുവാണ് മരിച്ചു കിടക്കുന്നത്. അതും കറവുള്ള പശുവിനെയാണ്. വാസ്തവം അറിയാതെ കണ്ട് പറ്റിയതാണെങ്കിലും പശുവിനെ വധിക്കേണ്ടി വന്നു. അറിയാതെ പറ്റിയതാണ്. എങ്കിലും പുലിയെയാണ് വധിച്ചതെങ്കിലും മരണം സംഭവിച്ചത് പശുവിനാണ്. അത് അറിയാതെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ വെളിച്ചില്ല. നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലാ കണ്ടത്. കുറച്ച് ഉറക്കുണ്ട്. കൂടിയപ്പോഴാണ് പെട്ടെന്ന് ആ പരിഭ്രമത്തിലാണ്. ശ്രദ്ധിക്കാതെ കണ്ട് അശ്രദ്ധയായിട്ട് പെരുമാറുകൊണ്ടാണ് ഇങ്ങനെ പുലിയെ വെട്ടുക എന്ന ഭാവന വെട്ടി. എങ്കിലും വെട്ടുകൊണ്ടത് പശുവിനാണ്. പശു മരിച്ചു. ഇതാണ് വെളിച്ചായപ്പോൾ കണ്ടത്. അതോടുകൂടി ഗുരുനാഥന് വളരെ വിഷമായി തീർന്നു. കറവുള്ള പശു കുറേ തന്നെ പശുവാക്ക് നിന്ദ്യം. അതും കറവുള്ള പശുവാകൊണ്ട് നിന്ദ്യമായതോടുകൂടി തം ശശാപുരാചാര്യ നക്ഷത്രബന്ധു ശൂദ്രസ്ത്വം കർമ്മണ ഭവിതാമുന. നീ വാസ്തവം ക്ഷത്രിയനൊന്നല്ല. ക്ഷത്രിയ ബന്ധു ആവാൻ പോലും നിനക്ക് യോഗ്യത ഇല്ലാതെ. കാരണം പശുഹത്യ അത്രയും നീചമായ കർമ്മമാവുകൊണ്ടാണ് നീ ശൂദ്രനായി പോട്ടേന്നാണ്. ശ്രമിച്ച പശുഹം ഹത്യ വളരെ നിത്യമാണ്. പശുവിനെ കൊല്ലാനൊന്നും പാടാത്ത ക്ഷത്രിയന്മാർക്കത് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ക്ഷത്രിയ അധവൻ പോലും അല്ലാതെ ആയില്ല. ക്ഷത്രിയന്മാരിൽ നല്ലയാളുണ്ട്, ചീത്തയാണ്. കാരണം ക്ഷത്രിയൻ തന്നെ അല്ലാതെ കൊല്ലുന്നു. എന്നാൽ ക്ഷത്രബന്ധു ക്ഷത്രിയ ബന്ധു എന്ന് പോലും പറയാൻ തന്നെ പറ്റാതെ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഈ അതിനും കൂടി യോഗ്യത ഇല്ലാതെ ആയി കഴിഞ്ഞു. ഒരു ശൂദ്രനായി പോട്ടെ എന്ന് ശ്രമിച്ചു. പ്രഷധനെ ശാപിച്ചു. ഗുരുനാഥൻ ഗുരുണ
പ്രത്യഗൃഹാൽ കൃതാഞ്ജലി അധാര്യപ്രദം വീര ഉദ്വരേതാമുനിത്രയം. ഇങ്ങനെ ശമിച്ചെങ്കിലും ഈ വൃഷഭരനുള്ള രാജകുമാരൻ ഒട്ടും വിഷമിച്ചിട്ടില്ല. കാരണം തൻ്റെ അർത്ഥം പറ്റിയതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം മഴ പെയ്തപ്പം അശക്തിയായ മഴ പെയ്തപ്പോഴാണ് പിന്നെ ആരും വരുന്നതിനോ കാരണം മഴ പെയ്തപ്പോഴാണ് കുറച്ച് ഉറപ്പുകൊണ്ട് മഴ പെയ്ത് കിടക്കും കടുത്ത സുഖം എന്നൊക്കെ ഭാവത്തിൽ അറിയാതെ കണ്ടാണ്. എങ്കിലും കരത്തിൽ കേട്ട് പോയിട്ട് വെട്ടി പശു മരിച്ചുപോയി. അതുകൊണ്ട് ശാപം ഏൽക്കേണ്ടി വന്നു. ശാപം ഏറ്റിട്ടും വൃഷഭ്രന് ഒരു ഭയം ഉണ്ടായിരുന്നതാണ്. ഈ ശാപത്തെ അവൻ സ്വീകരിച്ചു. അതും ഏവം സപ്തസ്തു ഗുരുണ പ്രത്യഗൃഹാൽ കൃതാഞ്ജലി തൊഴുതുകൊണ്ടാണ് തന്നേക്കു ശാപം നടത്തും. ആ ശാപത്തെ അവൻ സ്വീകരിച്ചു. കാരണം അധാരേ സ്വതം വീര ഊർധ്വരേതാമുനിപ്രിയം. കാരണം വാസ്തവം ഈ ഋഷീശ്വരന്മാരൊക്കെ ഇന്ദ്രിയങ്ങളെ ജയിച്ച ആൾക്കാരാണ്. അവർക്കൊന്നും വേണ്ടാത്ത ആൾക്കാരാണ്. അവർ ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഋഷീശ്വരന് പോലും കോപം വന്നു. പശുപതി വന്നുകൂടി കോപമായി കഴിഞ്ഞു. കാരണം അങ്ങനെ ആ ശാപത്തെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ അവരുടെ കാലമൊക്കെ ഋഷീശ്വരനെ പോലെ പെരുമാറിയെന്നായി വൃഷഭൻ. അഭാരേ വ്രതം വീര ഈ വ്രതത്തെ തെരഞ്ഞെടുത്തു. ഋഷീശ്വരന്മാരെ പോലെ ഉദ്വരേതാമുനിപ്രിയം. ഋഷീശ്വരന്മാരെ പോലെ അവരിഷ്ടപ്പെടുന്ന ആ വ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് സദാസമയത്തും ശ്രീഹരിയെ സേവിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. വാസുദേവേ ഭഗവതി സർവാത്മനി വരേ വരെ ഏകാന്തിത്വം ഗതോ ഭക്ര്യാ സർവഭൂത സുഹൃത്സമ. കാരണം ഇങ്ങനെ പരിപൂർണ ഭക്തിഭാവത്തിക്കാൻ ഉയരാൻ സാധിച്ചു വൃഷഭ്രന്. വാസുദേവേ ഭഗവതി സർവാത്മനി വരെ എല്ലാത്തിലും ശ്രീവാസുദേവനെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഏകാന്തിത്വം ഗതോ ഭക്ര്യാ സർവഭൂത സുഹൃത്സമ. ഈ ഏകാന്ത ഭാവത്തിൽ ഭക്തിയോട് കൂടിയിട്ട് ഉത്കൃഷ്ട ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഒറ്റയ്ക്കായി ഭക്താരൊക്കെ ഇനി കൂട്ടായിട്ട് വേണ്ട എന്ന ഭാവത്തില് ഞാൻ ഭഗവാനെ സേവിക്കുന്നയാള് ഏക കഥേ ഭിക്ഷു ഒറ്റയ്ക്ക് പോകണമെന്നാണ്. ഇവിടെ ഇപ്പം ജോലി ചെയ്യുകൊണ്ടാണ് ഈ അർത്ഥം പറ്റുക ഭാവത്തിൽ ഭക്തിയോട് കൂടി ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇനി കൂട്ടുകൂടാതെ ഏകാന്തിത്വം ഗതോ ഭക്തിയാ സർവഭൂത സുഹൃത്സമ. എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് സർവഭൂത സുഹൃത്സമ സർവ ജീവജാലങ്ങളെയും എല്ലാ ഭൂതങ്ങളിലും ചൈതന്യരൂപേണ വർത്തിക്കുന്ന ഈശ്വരനാണെന്ന ഭാവത്തില് എന്തു വന്നാലും സഹിക്കായെന്ന ഭാവത്തില് ഈ ശാപത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പരാഭക്തിയെ നേടാൻ സാധിച്ചു. ഭക്തിയോടുകൂടി വേറൊന്നും ചിന്തിച്ചപ്പോൾ തെറ്റുപറ്റി കഴിഞ്ഞു. പശുഹത്യാണ് സംഭവിച്ചതെന്ന ഭാവത്തില് വേറൊന്നും ചിന്തിക്കാതെ കണ്ട് ഭഗവാൻ തന്റെ ഏകാന്തിത്വം ഭക്തിയോടുകൂടി ശ്രീവാസുദേവനെ സേവിക്കുക മാത്രം. ഈ വേറൊന്നുമില്ല, ഭഗവാനെ സേവിക്കുക മാത്രം എന്ന ഭാവത്തിൽ അങ്ങനെ ജീവിച്ചു. വിമുക്തഭംഗാത്മാ സംയതോപരിഗ്രഹാക്ഷയോപന്യേന കൽപ്പയൻ ബുദ്ധിമാത്മന. അദ്ദേഹം ഒന്നിനോടും മോഹമില്ലാതെ ഈശ്വരനെ തന്നെ സേവിച്ച് എല്ലെന്നും ശുദ്ധമായി മാറി ഇന്ദ്രിയങ്ങളൊക്കെ തന്റെ കീഴിലാക്കിയതാണ്. ഒന്നും വേണമെന്നില്ല, കണ്ണിന് വേറൊന്നും കാണണമെന്നില്ല, ചെവിക്ക് വേറൊന്നും കേൾക്കണമെന്നില്ല, ഭക്ഷണം വേണമെന്നില്ല. എന്നാ ഭക്ഷണം കഴിക്കില്ല വെച്ചാൽ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് എതിർക്ഷയോപവന്തീന എന്തെങ്കിലും യാദൃച്ഛികമായി കിട്ടിയാൽ അത് കഴിക്കാത്തത് ഒരൊന്നുമില്ല. കാരണം വലിയ തെറ്റാണ് സംഭവിച്ചത്. അറിയാതെ കണ്ടാണെങ്കിലും ഗോഹത്യൊന്നും പറഞ്ഞതല്ല. അതുകൊണ്ട് ശാപത്തെ സ്വീകരിച്ചുകൊണ്ട് മൗലിയായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ശരീരം നിലനിർത്താൻ വേണ്ട ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ കണ്ട് വേറൊരു വസ്തുവിനെ പറ്റി ചിന്തിക്കാതെ കണ്ട് അദ്ദേഹം ഇത് വെച്ചുകൂട്ടിയെന്നാണ്. ആത്മജ്ഞാനമാധായ
അദ്ദേഹത്തിന്റെ അവസ്ഥ എപ്പോഴും സുഖം. സർവ സുഖമയ ദിശ നാമസ്പർദ്ധം പറയാൻ കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിന്റെ വാസ്തവം ആ ഇളക്കില്ലാത്ത ഭക്തി വരെ കാരണം അദ്ദേഹത്തിന് വളരെ സുഖമാണ്. അങ്ങനെ തൃപ്തി ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇത് ഈ ആനന്ദം പോവാതിരിക്കും. ഇപ്പൊ കുറച്ച് ആനന്ദം കിട്ടിയെങ്കിൽ ഇത് പോവാതിരിക്കാൻ വേണ്ടി അതൊന്നും അത് ഇളകാതെ കണ്ട് മനസ്സിരുത്തിക്കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ കണ്ട് ആത്മാനമാധായ ആത്മാവിനെ ഓർപ്പിച്ചുകൊണ്ട് ഇനി തന്നെ മാറാതിരിക്കാൻ വേണ്ടി നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി മനസ്സിനെ ഇരുത്തിക്കൊണ്ട് മനസ്സ് വേറെ വഴിക്കും പോവാതെ കണ്ട് ആക്കി കൊടുക്കുന്ന ഒരു ദിക്കേക്കും മനസ്സിനെ പറഞ്ഞേക്കാതെ കണ്ട് ജഡാന്ധ ബധീര ആകൃതിനം അതും മറ്റു വിഷയത്തിലൊന്നും പോവാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ പിന്നാലെ പോവാതെ കണ്ട് അവരൊക്കെ ഒതുക്കിക്കൊഴിഞ്ഞ് വേണ്ടാത്ത വഴിക്കൊന്നും പോവാതെ കണ്ട് ജഡനായി അന്ധനായി ബധിരനായി ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട്. പല ദിക്കിലും വിചാരമഹീവേദാം ഭൂമിയിലെ പല ദിക്കിലും സഞ്ചരിക്കുന്നു. അതും ഇങ്ങനെ ആയിക്കൊണ്ടാണ് ജഡാന്ധ ബധിര ആത് ജഡനായി അന്ധനായി ബധിരനായിട്ടാണ്. ബുദ്ധിയില്ല, കണ്ണ് കാണില്ല, ചെവിട് കേൾക്കില്ല, സംസാരിക്കാൻ വയ്യ എന്ന ഭാവത്തില് ഇത് കാരണം ഈശ്വരാനന്ദം ഉള്ളിലുണ്ട്. ഇത് പോകാതിരിക്കാൻ അധികം സംസാരിക്കാതെ കണ്ട് മറ്റുള്ള ഭക്ഷണങ്ങളെ കഴിക്കാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ പിന്നാലെ പോവാതെ കണ്ട് ഇതെന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരം കുറച്ചു ഭൂമിയിലെ പല ദിക്കിലും ചുറ്റി സഞ്ചരിക്കണമെന്നാണ്. കാരണം എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സഞ്ചാരം ഉണ്ടായത്. അങ്ങനെ അനവധി കാലം സഞ്ചരിച്ചിട്ടാണ് ശ്രദ്ധൻ ഏവൃത്തോ വനഞ്ജത്വാഗ്നിമുദ്ധിതം തേനോപയുക്തകരണോ ബ്രഹ്മപ്രാപരം മുനി. ഇങ്ങനെ പല ദിക്കിലും സഞ്ചരിച്ച മൗനിയായിട്ട്, മൗനി എന്ന് വെച്ചാല് ഒന്നും സംസാരിക്കാതിരിക്കാന്നല്ല, ഈശ്വര സേവ മാത്രം, വേണ്ടാത്തൊരു വാക്കും സംസാരിക്കാതെ കണ്ട് ഈശ്വരനെ സേവിച്ചുകൊണ്ട് മൗനിയായിട്ട് വേണ്ടാത്ത വാക്കൊന്നും പറയാതെ കണ്ട് ഇദ്ദേഹം ഒരു കാട്ടിൽ കണ്ട് പ്രവേശിച്ചു എന്നാണ്. ഏവം വൃത്തോ വനം ഗത്വ ഒരു കാട്ടിൽ കിടന്ന് പ്രവേശിച്ചപ്പോഴാണ് ഗത്വാഗ്നി മുഖ്യ ഒരു കാട്ടുതീ കത്തി വരുന്നത്. ഈ കാട്ടുതീയ കത്തി വരുന്ന കണ്ടോടുകൂടി ഋഷഭൻ ആ തീയിൽ കിടന്ന് പ്രവേശിക്കുന്നതാണ്. കത്തി വരുന്ന തീയടിക്കാണ് ശരീരത്തെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം ശരീരത്തെ അഗ്നിക്കാണ് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തേനോ ഉപയുക്തകരണോ ബ്രഹ്മപ്രാപരം മുനി. അദ്ദേഹം എന്തായിരുന്നു ശരീരം അഗ്നിക്ക് സമർപ്പിച്ചെങ്കിലും അദ്ദേഹം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പരബ്രഹ്മത്തിലേക്ക് പോയി. ബ്രഹ്മപ്രാപരം മുനി ബ്രഹ്മായി മാറി, ഈശ്വരനായിട്ട് മാറി. ഈശ്വരനെ ഉറപ്പിച്ചുകൊണ്ടാണ് ശരീരം അഗ്നികൾ കൊടുത്തോടുകൂടി. കാരണം ഇത്രയും നീചകർമ്മം ചെയ്തെങ്കിലും അദ്ദേഹം ആ നീചകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈശ്വരാരാധനയിൽ കൂടിയിട്ട് മറ്റു വിഷയത്തേക്കൊന്നും മനസ്സിനെ കൊണ്ടുപോകാതെ കണ്ട് ഈ ശരീരല്ലേ ഈ വേണ്ടാത്ത കർമ്മം ചെയ്ത ശരീരം അഗ്നിക്ക് സമർപ്പിച്ചു. ആ ജീവൻ ബ്രഹ്മമായിട്ട് മാറി. ശ്രദ്ധന്റെ ആ ജീവൻ പരബ്രഹ്മമായിട്ട് ആ ബ്രഹ്മപ്രാപരം മുനി ബ്രഹ്മമായിട്ട് തന്നെ മാറിനാണ്. കവി കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സാബന്ധുഭിർവനം നിവേശ്യ ചിത്തേ പുരുഷം സുരോജിഷം നിവേശ കൈശോരവയാ പരംഗതാ. അതുപോലെ തന്നെയാണ് ശ്രദ്ധന്റെ കഥ പറഞ്ഞപ്പോഴാണ് കവിയുടെ കഥയെന്ന മനു ഷാക്ഷാകുന്റെ പുത്രനായ മനുവിന് കവിയുടെ കഥയെന്ന് തന്നെയാണ്. അദ്ദേഹത്തിനും വംശം ഉണ്ടായില്ല. കാരണം ഏറ്റവും ഋഷഭനെ പോലെ തന്നെ പ്രധാനിയാണ് കവി. കവിയാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം കവി കനീയാൻ വിഷയേഷു നിസ്പൃഹ കുട്ടിക്കാലത്ത് തന്നെ വിഷയങ്ങളൊന്നും
താല്പര്യമില്ലാതെ കണ്ട് ചെറിയ താല്പര്യം തന്നെ എപ്പോഴും ഹരേ നാരായണ ഹരേ നാരായണ ഒന്നിനോടും താല്പര്യമില്ലാതെ കണ്ട് ഈശ്വരാരാധനയിൽ മുഴുകിയതാണ് കവി കുട്ടിക്കാർ തന്നെ. ലൗകിക വിഷയങ്ങളൊന്നും ഒരു താല്പര്യമില്ലാതെ കണ്ട് ഇതെല്ലാം വിട്ട് അതും ബന്ധുക്കളൊക്കെ വേണ്ടാന്ന് വെച്ച രാജ്യഭാരവും വേണ്ട ബന്ധുക്കളും വേണ്ട എല്ലാം വിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്തു അദ്ദേഹം. അങ്ങനെ തപസ് ചെയ്ത് വിശ്രമിച്ച രാജ്യം സഹ ബന്ധുഭിർവനം നിവേശ്യ ചിത്തേ പുരുഷം സ്വരൂരിഷാവിവേശ കൈശോരവയാ പരങ്കത. കുട്ടിക്കാലത്തെ കാട്ടിൽ പോയി തപസ് ചെയ്ത് ആ സർവേശ്വരനായ ഭഗവാനെ ഹൃദയത്തിലാണ് ഉറപ്പിച്ചു എന്നാണ്. വിവേശ കൈശോരവയ കുട്ടിക്കാലത്തന്നെ അദ്ദേഹം മനസ്സില് ഭഗവാനെ ഉറപ്പിച്ച് അങ്ങനെ ഭഗവാനെ മനസ്സ് ഉറപ്പിച്ച അദ്ദേഹവും അങ്ങനെ ഭഗവാനെ പ്രാപിച്ചു. ആ പരമപദത്തില് കുട്ടിക്കാലത്തന്നെ ഈശ്വരനെ സേവിച്ച് ഭഗവാനത്തിൽ മഹാത്മാവാണ് കവി എന്ന് കാണിച്ചു. കരൂഷാൻ മാനവാദാക്ഷത്രജാതയ ഉത്തരാപഥഗോപ്താരോ ബ്രഹ്മണ്യോ ധർമ്മവത്സല. പിന്നെ ആ വംശത്തെ വർണ്ണിക്കുമ്പം കരൂഷന്റെ വംശത്തെയും കാണിക്കും. ഞാൻ മനുപുത്രനാണ് ഈ കരൂഷൻ. ഈ കരൂഷനാണ് ഉണ്ടായപ്പോൾ തന്നെ അതുണ്ടായ ആൾക്കാരാണ് കാരൂഷന്മാരെന്നാണ് പറയുക. അവരൊക്കെ ക്ഷത്രിയന്മാരായി മാറി അവരെ വടക്ക് ഭാഗത്തേക്ക് അവർ പോയി. അങ്ങനെ വടക്ക് ഭാഗത്ത് പോയി അവിടെ ഭരിക്കുന്ന ആൾക്കാരായി മാറി. വടക്ക് ഭാഗത്ത് പോയിട്ട് ഉത്തരാമഠഗോപകാര വടക്ക് ഭാഗത്ത് പോയി ബ്രഹ്മണ്യ ധർമ്മവത്സല. ഈ കരൂഷന്റെ വംശത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ബ്രാഹ്മണ ഭക്തരും അതുപോലെ ബ്രഹ്മണ്യ ധർമ്മവത്സല ബ്രാഹ്മണ ഭക്തരും അതുപോലെ ധർമ്മം ശ്രദ്ധയോടുകൂടി ധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ കരൂഷന്റെ വംശപ്പെട്ട ആൾക്കാരൊക്കെ വടക്കോട്ടങ്ങൾ പോയി. അവരൊക്കെ ബ്രാഹ്മണ ഭക്തന്മാരും ധർമ്മനിഷ്ഠന്മാരും ശ്രദ്ധയോടുകൂടി ധർമ്മം ചെയ്തിരുന്നു. ദൃഷ്ടാധാഷ്ടമോക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ മൃഗസ്യ വംശ സുമതി ഭൂതജ്യോതിസ്തോവസു. അതുപോലെ തന്നെ ആ മനുപുത്രനായ മറ്റൊരാള് ദൃഷ്ടന്റെ വംശം പഠിക്കും. ദൃഷ്ടനാണ് ധാഷ്ടനുണ്ടായത്. ആ വംശം അവരെ ക്ഷത്രിയന്മാരായിട്ട് മാറിയിട്ട് കഥ അവരെ ഭൂമിയില് ഇങ്ങനെ കർമ്മം ചെയ്ത് സാത്വികമായ കർമ്മം ചെയ്ത് അവരൊക്കെ എന്തായി ക്ഷിതവും ഈ ഭൂമിയില് ബ്രഹ്മഭൂയം ഗതവും അവരൊക്കെ ഇങ്ങനെ സത്കർമ്മം ചെയ്ത് സാത്വികമായ കർമ്മം ചെയ്ത് ക്ഷത്രിയന്മാരാണെങ്കിലും സാത്വികമായ കർമ്മം ചെയ്ത് ദൃഷ്ടാഷ്ടമോക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതം അവരൊക്കെ ക്ഷത്രിയന്മാരാണെങ്കിലും കർമ്മം ചെയ്ത് ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചവർക്ക് ബ്രഹ്മഭൂയം ഗതം ക്ഷിതം ബ്രാഹ്മണ്യത്തെയാണ് അവരൊക്കെ പ്രാപിച്ചത്. മൃഗസ്യ വംശ സുമതി ഭൂതജ്യോതിസ്തഭോവം പശു. ആ വംശത്തെ വർണ്ണിക്കുന്ന മൃഗന്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് അതിലാണ് സുമതി ഉണ്ടായത്. ഈ സുമതിയിൽ തന്നെ ഭൂതജ്യോതി ഉണ്ടായി. ഇങ്ങനെ ആ വംശത്തെ വർണ്ണിക്കുന്നു. ഇവരൊക്കെ ആണെങ്കിൽ വിശ്വനിശ്ചയപ്രകാരം അവരൊക്കെ ബ്രാഹ്മണ ഭക്തരായിരുന്നു എന്ന് മാത്രമല്ല ബ്രാഹ്മണ ഗുണങ്ങളായിരുന്നു അവരുടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന. ക്ഷമ ദമാദി ഗുണങ്ങള് ബ്രാഹ്മണന്റെ പോലെ ഉണ്ടായിരുന്നു. പശോപതീകസ്തൽപുത്ര ഓഘവാൻ ഓഘവൽപിക കന്യാച ഉഘവതീ നാമ സുദർശന ഉവാഹകം. ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് വസുവിന് പ്രതീകൻ എന്നു പേരായ പുത്രണ്ടായി. പ്രതീകന് ഓഘവാൻ എന്നു പേരായ പുത്രണ്ടായി. വസോപതീക തൽപുത്ര ഓഘവാൻ ഓഘവൽസുക. ആ ഓഘവാന്റെ പുത്രനാണ്. ഓഘവാന്റെ പുത്രൻ ഓഘവാൻ എന്ന പേര്. ആ ഓഘവാൻ ഓഘവതി എന്നു പേരായ കന്യാച ഉഘവതീ നാമ ഓഘവതി എന്നു പേരായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഓഘവതിയെ ഈ വസു എന്നു പേരായ ആള്
സുദർശന ഉവാഹകം. സുദർശനൻ എന്ന് പേരായി യുവാവിന് വിവാഹം കഴിഞ്ഞു എന്നാണ്. സുദർശന ഉവാഹകം ചിത്രസേനോ നൈഷ്യന്താദൃക്ഷസ്തസ്യ സുതോഭവൻ തസ്യ വിദ്വാംസതപൂർച്ച ഇന്ദ്രസേനസ്തു തൽസുതാ. അങ്ങനെ വംശം വർണ്ണിക്കുമ്പോഴാണ്, മനുഷ്യന്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് മനുഷ്യപുത്രൻ ചിത്രസേനുണ്ടായി. ആ ചിത്രസേനന്റെ പുത്രനാണ് ദക്ഷൻ. ദക്ഷന്റെ പുത്രനാണ് വിദ്വാന്റെ പുത്രനാണ് കൂർച്ചൻ. കൂർച്ചന്റെ പുത്രൻ ഇന്ദ്രൻ. ഇവരൊക്കെ പരമഭാഗവതന്മാരായിരുന്നു. വീതിഹോത്രസ്തിന്ദ്രസേനാശ്രവാഭൂൽ പുരുശ്രവാ സുതസ്തസ്യ ദേവദത്തസ്തോഭവൻ. ആ ഇന്ദ്രസേനന്റെ പുത്രനാണ് വീതിഹോത്രസ്തിന്ദ്രസേനാൽ. ഇന്ദ്രസേനന്റെ പുത്രൻ വീതിഹോത്രൻ. അദ്ദേഹത്തിന്റെ പുത്രൻ സത്യശ്രവസ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഉരുശ്രവസ്. ഉരുശ്രവസിന്റെ പുത്രനാണ് ദേവദത്തൻ. ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് തദോക്തിവേശ്യോ ഭഗവാനഗ്നി സ്വയമഭൂത്സുത കാനീന ഇതി വിഖ്യാതോ ജാതൂകർമ്മ്യോ മഹാനിഷി. ആ ദേവദത്തന് ഒരു പുത്രനുണ്ടായി. അഗ്നിവേശ്യൻ എന്നാണ് പേരെന്ന്. ആ അഗ്നിവേശ്യൻ തന്നെയാണ് പിന്നെ കാനീനായിട്ട് മാറിയത്. കാനീനെന്നും ജാതൂകർന്നെന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹം ഋഷീശ്വരനെ പോലെ ആയിരുന്നു താമസിച്ചത്. അദ്ദേഹം ഋഷീശ്വരനെ പോലെയായി മാറിയ രംഗം. തമോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായ നൃപ നൈഷ്യന്തന്വയം പ്രോക്തോദിഷ്ടവംശമധൽസു. ഈ അഗ്നിവേശ്യങ്ങളുടെ പുത്രനെന്നും വേറെ പുത്രന്മാരുണ്ടായ അവരൊക്കെ ബ്രാഹ്മണ വംശജരായി മാറിയെന്നൊക്കെ ക്ഷത്രിയന്മാരായിട്ടാണെങ്കിലും അവരൊക്കെ ജാതമഗ്നി വേശ്യായനന്ദവാദരിഷന്വാന്വയം പ്രോക്തോ ദിഷ്ടവംശമധംസു തമോ ബ്രഹ്മകുലം എന്നാണ്. ബ്രാഹ്മണ വംശം ഉണ്ടായി. ഈ ബ്രാഹ്മണരായിട്ട് ബ്രാഹ്മണരെ പോലെ ആയിത്തീർന്നതാണ്. ഇവ ഈ ഇദ്ദേഹത്തിന്റെ വംശം അഗ്നിവേശ്യന്റെ വംശം ബ്രാഹ്മണനെ പോലെ ആയിത്തീർന്നുള്ള കഥ വർണ്ണിച്ചു. പിന്നെ ആ വംശത്തെ ഇഷ്ടവംശത്തെ വർണ്ണിക്കുമ്പോഴാണ് ആ ഇഷ്ടവംശത്തിലെ പ്രധാനമായിട്ട് നാഭാഗോദിഷ്ടപുത്രന്യ കർമ്മണാവശ്യതംഗത ഭരന്തന സുഖസ്തസ്യ വത്സപ്രീത്യർഭരന്തനാൽ. ഇഷ്ടന്റെ പുത്രനായിട്ടാണ് നാഭാഗനുണ്ടായത്. ഈ നാഭാഗനാണെങ്കിൽ നാഭാഗൻ നഭകന്റെ പുത്രൻ എന്നും പറയേണ്ട. വേറെ ആ മറ്റേ നഭകന്റെ പുത്രനല്ലേ ഈ നാഭാഗൻ. ഇഷ്ടപുത്രനായിട്ട് നാഭാഗൻ. അദ്ദേഹത്തിനാണെങ്കിൽ ജോലി എന്താന്ന് ചോദിച്ചാല് കർമ്മണ വൈശ്യകാന്തത. വൈശ്യന്മാരെ ജോലി അദ്ദേഹത്തിന്. കൃഷി, കച്ചവടം, പശുക്കളെ നോക്കുക, ഇതൊക്കെയായിരുന്നു ജോലി. ഇങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ പുത്രനാണ് ഭരന്തനൻ. ആ ഭരന്തന്റെ പുത്രനാണ് വത്സപ്രീതി. ഇങ്ങനെ അവരും ആ വംശത്തെയും വർണ്ണിച്ചപ്പോഴാണ് വത്സപ്രീതേ സുതപ്രാംസുസ്തൻസുതം പ്രമതിവിദു ഖനിത്ര പ്രമദേസ്തസ്മാൽ ചാക്ഷുഷോധ വിവിംശതി. വത്സപ്രീതിയുടെ പുത്രൻ പ്രാംശു. അദ്ദേഹത്തിന്റെ പുത്രൻ പ്രമതി. പ്രമതിയുടെ പുത്രനാണ് ഖനിത്രൻ. ഖനിത്രന്റെ പുത്രനാണ് ചാക്ഷുഷൻ. ചാക്ഷുഷന്റെ പുത്രൻ വിവിംശതി. വിവിംശതി സുധോരംഭ ധനിനേത്രോസ്യ ധാർമ്മിക കലന്ധമോ മഹാരാജ തസ്യാസീതാത്മജോ കൃപ. വിവിംശതിയുടെ പുത്രൻ ബ്രഹ്മൻ. അദ്ദേഹത്തിന്റെ പുത്രനാണ് ധർമ്മനിഷ്ഠനായ ധനിനേത്രൻ. പിന്നെ രാജാവേ ധനിനേത്രന്റെ പുത്രൻ കലന്ധവൻ. ആ കലന്ധവന്റെ പുത്രൻ തസ്യാവീക്ഷിൽ സുതോയശ്ച മരുത്തശ്ചക്രവർത്യഭൂൽ സംവർത്തോ യാജന്യം വൈ മഹായോഗ്യ അംഗീരസുത. ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പുത്രനാണ് അഭീക്ഷിത്ത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് മരുത്തൻ. ഇദ്ദേഹമാണ് അന്ന് യാഗം ചെയ്തയാള്. ഈ മരുത്തൻ ചക്രവർത്തിയായി മാറിയിട്ടുണ്ട്. ഈ മരുത്തനാണ് അംഗിരസന്റെ പുത്രൻ.
മഹായോഗി, സംവർത്തൻ തുടങ്ങിയ ആൾക്കാർ ഈ മരത്തിന് അങ്ങനെയും പേരുണ്ട്. ഇങ്ങനെ അവരെ യാഗം ചെയ്യിപ്പിച്ച പ്രസിദ്ധനാക്കി മാറ്റി ഈ മരത്തിനാണ് ഗർഗഭാഗവതൊക്കെ പറഞ്ഞ അസംഖ്യം യാഗം ചെയ്ത ആളെന്നാണ്. അങ്ങനെ ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് ഈ മരുത്തന്റെ പുത്രനായിട്ടാണ് സർവം ഹിരൺമയം ശോഭനം. ചക്രവർത്തിയായ മരുത്തൻ കാലത്തെ ക്ഷത്രിയനാണെങ്കിലും യാഗം അനവധി ചെയ്തു. യജ്ഞം അനവധി ചെയ്ത് അതിന് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ അസംഖ്യം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് യാഗ ഉപകരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കർമ്മത്തിലെ യാഗത്തിന് വേണ്ട ഉപകരണങ്ങളൊക്കെ സർവം ഹിരൺമയം ഒക്കെ സ്വർണ്ണമായിരുന്നു. യാഗത്തിന് ഉപയോഗിച്ച ആ യാഗ ഉപകരണങ്ങൾ മുഴുവൻ സ്വർണ്ണമായിരുന്നു ഈ വരുത്തന്റെ യാഗത്തില്. അതും അമാതേന്ദ്ര സോമേയം ദക്ഷിണാഭ്യർത്ഥിജാതയ മരുത പരിവേഷ്ടാരോ വിശ്വേ ദേവാസഭാസത. ഇങ്ങനെ ഈ ഇന്ദ്രൻ യാഗത്തിലെ സോമരസം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തന്നെ വന്നു. മത്തന്റെ യാഗത്തില് ഇത് സ്വീകരിക്കാൻ തന്നെ വന്നു. അവർക്ക് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ അനുഗ്രഹം ഏറ്റുവാങ്ങി. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ദേവന്മാരായിരുന്നു അവിടെ വളർത്തിയിരുന്നതാണ്. അങ്ങനെ വേണ്ട പോലെ ആയിരുന്നു ആ യാഗം. സദസ്യന്മാരൊക്കെ വാസ്തവം വിശ്വേദേവന്മാരായ ആൾക്കാരാണ് യാഗത്തിന് വന്നിരുന്നത്. ദേവന്മാരാണ് ഭക്ഷണം വളർന്ന. ബ്രാഹ്മണർക്ക് ധാരാളം ദക്ഷിണാദികളെ കൊടുത്തു. ഈ മരുത്തന്റെ പുത്രനാണ് ദമൻ. ദമന്റെ പുത്രനാണ് രാജ്യവർദ്ധനൻ. രാജ്യവർദ്ധന്റെ പുത്രനാണ് സുധൃതി. സുധൃതിയുടെ പുത്രൻ നരൻ. ഇങ്ങനെ അന്വാ വംശത്തെ വർണ്ണിക്കുമ്പം സൗഹൃദയുടെ കഥയും കാണിക്കുന്നു. ബന്ധുമാൻ വേഗവാൻ ആ നരന്റെ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് കേവലൻ. കേവലിൽ നിന്നും ബന്ധുമാൻ. ബന്ധുമാൻ വേഗവാൻ. വേഗവാന്റെ പുത്രനായിട്ടാണ് ബന്ധു. ബന്ധുവിന്റെ പുത്രൻ ഗുണബിന്ദു. രാജാവ്. ഇതിന് അവരൊക്കെ വാസ്തവം വളരെ പ്രസിദ്ധന്മാരായ ആൾക്കാരായിരുന്നു. തംഭേദേരം കുഷാദേവി ഭജനീയ ഗുണാലയം വരാക്ഷരായ ഭക്തുപ്രാകജ്ഞാനേടവിധാഭവൽ. ഉത്കൃഷ്ടമായ കർമ്മം ചെയ്യ കാരണം ഉത്കൃഷ്ട ദിക്കിലായിരുന്നു അവരുടെ വാസം. ഈ തൃണബിന്ദു മഹാരാജാവ് അപ്സര സ്ത്രീകളോടുകൂടി സുഖമായി താമസിക്കുമ്പോഴാണ് അവരുടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന ആ രാജാവിന്. ആ രാജാവിനുണ്ടായ പെൺകുട്ടിയാണ് ഇടവിട എന്ന പേര്. ആ ഇടവിടയിൽ നിന്നുണ്ടായിരുന്ന വംശം വർദ്ധിക്കുമ്പോഴാണ് തസ്യാപാദയാമാഭ വിശ്രവാധനദം സുഖം അവാമ വിദ്യം പരമാമൃഷ്യതി യോഗേശ്വരാൽപിതു. ഈ തുടരുന്നതിന്റെ പുത്രിയായ ഇടവിടയെ പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ വിശ്രവസ്ഥാണ് വിവാഹം കഴിച്ചിരുന്നത്. രാമായണം പറഞ്ഞ കഥയുണ്ട്. ശ്രീരാമന്റെ തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടരുന്നതിന്റെ പുത്രി ഇടവിടയെ പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ വിശ്രവസ്ഥാണ് വിവാഹം കഴിച്ചത്. ഒരാ വിശ്രവസ പുത്രമെന്ന് അവിടെ പറഞ്ഞ വിശ്രവസിന് വിശ്രവസ് ഉണ്ടായി. ആ മഹർഷി ഉണ്ടായി. ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് വിശ്രവസ്സനാണ് കുബേരൻ എന്നു പേരായ പുത്രൻ. വൈശ്രവൻ ഉണ്ടാകാനുള്ള കാരണം വിശ്രവസിന്റെ പുത്രനാണ് കുബേരൻ. ഈ കുബേരനാണെങ്കിൽ അതിബുദ്ധിമാനാണെന്നാണ്. അത് നല്ല സൂക്ഷ്മ ബുദ്ധിയുള്ള ആളാ കുബേരൻ. ആ കുബേരൻ എവിടെ എത്തിയെന്ന് ചോദിച്ചാല് ആ കുബേരൻ അവാമവിദ്യാം പരമാമൃഷ്യതി യോഗേശ്വരാൽപിതും. തന്റെ പിതാവായ യോഗേശ്വരന് എല്ലാ വിദ്യയും പഠിച്ച് എല്ലാ വിദ്യയും നൃത്തമാക്കിയെന്ന് മാത്രമല്ല അവസാനം ആ ഉത്കൃഷ്ടമായുള്ള വിദ്യ പോലും അന്തർത്താന വിദ്യ പോലും അഭ്യസിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്.
ആ വംശത്തെ വർണ്ണിക്കുന്ന വിശാല ശൂന്യബന്ധുശ്ച ഭൂപ്രകേതുശ്ച തത്സുത വിശാലോ വംശരുദ്രാജ വൈശാലീം ധർമ്മമേ പുരീം. ആ വംശത്തെ വർണ്ണിക്കുന്ന വിശാലൻ, ശൂന്യബന്ധു, ഭൂപ്രകേതു തുടങ്ങിയ 3 പേര് തണവിന്ദുവിന്റെ പുത്രന്മാരാണ്. ആ വംശത്തിലാണ് വിശാലൻ എന്ന പേരായ ആളുണ്ടായത്. ഈ വിശാലൻ വിശാലിയെ തന്നെ വൈശാലി എന്ന പേരായ പുരി അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. വിശാലൻ തന്നെ വൈശാലി എന്ന പേരായ കൊട്ടാരത്തെ നിർമ്മിച്ചു. ഹേമചന്ദ്ര സുഹസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ജന്മജ തൽപുത്ര സഹ്യവാദാസി കൃഷാശ്വ സഹദേവജ. ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് വിശാലന്റെ പുത്രനായിട്ടാണ് ഹേമചന്ദ്രൻ ഉണ്ടായത്. ആ ഹേമചന്ദ്രന്റെ പുത്രനായിട്ടാണ് ധൂമ്രാക്ഷൻ ഉണ്ടായത്. ഈ ധൂമ്രാക്ഷന്റെ പുത്രനാണ് സഹ്യവൻ. സഹ്യവന്റെ പുത്രനാണ് സഹദേവൻ. സഹദേവന്റെ പുത്രൻ കൃഷാശ്വത്തിനാണ് വംശത്തെ വർണ്ണിക്കുകയാണ്. കൃഷാശ്വാൽ സോമദത്തോഭൂത് യോശ്വമേധൈരിധസ്വരി വിഷ്വാ പുരുഷമാവാദ്യം ഗതിം യോഗേശ്വരാശ്രിത. ഈ കൃഷാശ്വന്റെ പുത്രനാണ് സോമദത്തൻ. അദ്ദേഹത്തിന്റെ അനവധി യാഗം ചെയ്ത ആളാണ് സോമദത്തൻ. യോശ്വമേധൈരിധസ്വതി അസംഖ്യം അശ്വമേധങ്ങൾ ചെയ്ത ആളാണ്. ഇങ്ങനെ അശ്വമേധത്തിൽ കൂടി സർവേശ്വരനായ ഭഗവാനെ ആരാധിച്ചു. സർവകർമ്മങ്ങൾക്കും ഫലം തരാൻ യോഗ്യനായ സർവേശ്വരനായ ഭഗവാൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് അസംഖ്യം യാഗം ചെയ്തു. ഈ യാഗം ചെയ്ത് അദ്ദേഹം മനഃശുദ്ധി വന്ന് ഇഷ്ടുവാഭാഗ്യം ഗതിം യോഗേശ്വരാശ്രിത. അദ്ദേഹം അതുപോലെ തന്നെ കർമ്മം ചെയ്ത് ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് ഭഗവാനെ തന്നെ ആശ്രയിച്ച് ആ മഹാത്മാവ് ഭഗവാനിലാണ് എത്തിയത്. പിന്നെ ഭഗവാനെ സേവിച്ച കർമ്മങ്ങൾക്ക് ഭഗവാനെ അനുഷ്ഠിച്ച് യാഗം ചെയ്ത് ആ മഹാത്മാവ് ഭഗവാൻ തന്നെ എത്തിയെന്ന് കാണിച്ചു. സൗമദീസ്തു സുമതി തത്സുതോ ജനമേജയാ വൈശാല ഭൂപാല തൃണബിന്ദോര്യശോധര. സൗമദന്റെ പുത്രനാണ് സുമതി. സുമതിയുടെ പുത്രനാണ് ജനമേജയൻ. അങ്ങനെ ആ വംശത്തെ അവരൊക്കെ വൈശാലി പുരിയെ വേണ്ട പോലെ അകത്തുന്ന. ഇനി ഇദ്ദേഹത്തിന്റെ യശസ് തൃണബിന്ദുവിന്റെ യശസ് ഏതേ വൈശാല ഭൂപാല തൃണബിന്ദോത് യശോധര. തൃണബിന്ദുവിന്റെ യശസ് ലോകം മുഴുവൻ പരത്തിയ ആൾക്കാരാണ്. അവർ രാജാക്കന്മാരെ മുഴുവൻ കാണിച്ചാണ് ആ വംശത്തെ പരൂഷന്റെ വംശത്തെ വർണ്ണിക്കുന്നത്. ഇനി ആ വംശത്തെ വർണ്ണിക്കുമ്പോഴാണ് ശല്യാദിമഹാരാജാവിനെ കാണിക്കുന്നത്. അതാണ് വായിക്കാൻ പോകുന്നത്. ശല്യാദിയുടെ കഥയാണ് വായിക്കാൻ പോകുന്നത്. സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. ഹരേ ഗുരുവായൂരപ്പ. ചില സമയത്ത് ചില അത്ഭുതങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇന്നലെ ഒരു രസം തോന്നിയത് എന്താ വെച്ചാൽ, ഒരാൾ വിളിച്ചു ചോദിച്ചതാണ് ഭാഗവതത്തിലെ നബിയുടെ കഥയുണ്ടോന്ന്. പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല, എനിക്ക് മറുപടി പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ചാൽ ഉണ്ട്, നബിയുടെ കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം എന്താ സംഭവം എന്നുണ്ടെങ്കിൽ NABHI. അപ്പൊ ഞാൻ വേഗം പറഞ്ഞു നാഭി പുരുഷാന്നൊക്കെ പറഞ്ഞ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ നാഭി മഹാരാജാവിനെ നബിയാക്കി മാറ്റിയിട്ട് ഭാഗവതത്തിലെ കഥയാണ് എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു കൊടുത്തിരിക്കണു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് ചോദിച്ചു, അല്ലാതൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു എന്തായാലും അവർ നബിയുടെ പേര് പറഞ്ഞ് ഭാഗവതം എന്നുള്ളൊരു പേര് പറഞ്ഞുവല്ലോ, മോക്ഷം നേടാറായി, വേറെ സംശയമൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ മുഹമ്മദ് നബി എന്ന് പറയുന്ന നബിയുടെ കാര്യമാണ് ഭാഗവതത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് അംഗീകരിക്കാൻ വയ്യ, അത്രേ ഉള്ളൂ. അത് മുസ്ലിം കഥയായതുകൊണ്ടോ മുഹമ്മദ് നബി എന്നുള്ള പേരായതുകൊണ്ടോ അല്ല. ഭാഗവതത്തിൽ പറയുന്നത് നാഭി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഋഷഭദേവൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞത് നമ്മുടെ കഥകളെ എത്രമാത്രം മറ്റുള്ളവർ കൂടി അംഗീകരിക്കുന്നുണ്ട് എന്ന് അതിനെപ്പറ്റി പറഞ്ഞു ഫോൺ ചെയ്ത് നിൽക്കരുത് ഒരു മിനിറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. അങ്ങനെയെങ്കിലും ആ ആത്മാവിനെ കൊണ്ട് ഭാഗവതം എന്നൊരു വാക്ക് പറയിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ കാണിക്കുന്ന കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും ആ നാഭിയെ നബിയാക്കി പറഞ്ഞു കൊടുക്കുക, ആ ചുറ്റുപാടുകളെയും അതിലൂടെ ശ്രീമദ് ഭാഗവതം എന്ന ഒരു വാക്കിനെ ഉച്ചരിപ്പിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീലയെയും ഓർത്തോർത്ത് നമസ്കരിക്കാം. വീണ്ടും നമുക്ക് നവമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വായിക്കാൻ ശ്രമിക്കാം. ഹരേ ഗുരുവായൂരപ്പ. അഥ തൃതീയോധ്യായ ശ്രീശുക ഉവാച. ശ്രീശുക ഉവാച. ശര്യാരമാനവോ രാജാ പ്രമിഷ്ടഃ സബഭൂവഃ യോ വാ അംഗസാം സത്രേ ദ്വിതീയമഃ ഊജിവാൻ സുകന്യാ നാമതസ്യാസേ കന്യാകമലലോചന തസ്യാസാർത്ഥം മനഗതോ ഹ്യഗമച്ചവനാശ്രമം സാ സഖീഭി പരിവൃതാ വിജിന്വത്യംഗ്രിമാന്മനെ പത്മീകരദ്രേ ദർശേഖദ്യോദൈവജ്യോതിഷീ തേ ദൈവചോദിരാ ബാലാ ജ്യോതിഷീ കണ്ഠകേന വൈ അവിദ്യന്മുക്തഭാവേന ശുശ്രാവാസൃക്കതോ ബഹു ശകരന്മോത്തനിരോധോ സൈനികാനാം ച ദക്ഷണാത് രാജർഷിക്തം വാ ലക്ഷ്യ പുരുഷാൻ വിസ്മിതോ ബ്രവീത് അപ്യഭദ്രം ദേഷ്മാഭിർഭാർഗവസ്യ വിയേഷ്ടിതം വ്യഗ്രംഘേനാദേവസ്തസ്യാക്രമസ്മദൂഷണം സുകന്യാപ്രാഹിതരം വീതാ വിദ്യകൃതമയ ദ്വേ ജ്യോതിഷിയാജാനം ധ്യാനേഭിന്നേ കണ്ഠകേന വൈ ദുഹിതോസ്തത്പദസുത്രാശര്യാധിർജാതസാധ്വസാ മുനിം പ്രസാദയാമാസാ കൽപ്പീകാന്തർഹിതം ശനേ തദഭിപ്രായമജ്ഞായ പാദാദ്വൈതരം മുനെ കൃച്ഛ്രാന്മുക്തസ്തമാമന്ത്ര്യാ പുരംപ്രായാൽ സമാഹിത സുകന്യാചവനം പ്രാപ്യ പതിം പരമഗോപനം പ്രീണയാമാസ ചിത്തജ്ഞ ആത്മമത്താനുവൃത്തിഭി കസ്യജലകാലസ്യാസത്യാവാശ്രമാഗതൗ തൗ പൂജയിത്വാ പ്രവാചവയോ മേ ദത്തമീശ്വരൗ ഗൃഹഗ്രഹീഷ്യ സോമസ്യ യജ്ഞേവാമപ്യ സോമഭോ ഏതാം ദേവയോരൂപം പ്രധാനാം യദീപ്സിതം ബാണമിത്യോദർവിപ്രമഭിനന്ദ്യപ്യശക്തമോ നിമജ്ജതാം ഭവാനിസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിതേ ഇത്യുക്വാതിരയാഗ്രസ്തദേഹോദമനി സന്തത ഹൃദം പ്രവേശിതോഷ്വേഭ്യാം വലിയേ ഫലിതവിപ്രിയ പുരുഷാസ്ത്രയോക്തസ്വീത്യാ വനിതാ പ്രിയ പത്മസ്രജകുണ്ഡലിനസ്തുല്യരൂപാ സുവാസസ താൻ നിരീക്ഷവരാരോഹ സർവവാൻ ചോര്യവർത്തസ അജാനതേ പതിം സാധ്വേ അശ്വിനോ ശരണം ദേയോ ദർശയിത്വാ പതിം ദർശേ പാതിവൃത്തേന ദോഷിതോ ഋഷിമാമന്ത്രേ ദുരഭിമാനേന ത്രിവിഷ്ടവം യക്ഷമാനോദ്ധര്യാദേശവനസ്യാസമംഗല ദദർശനൂരപാർശ്വേ പുരുഷം സൂര്യവർത്തസ
രാജാദ്വൈതരം കൃതപാദാഭിവന്ദനാം ആശശ്ചാപ്രയുജാനോ നാരിപ്രിയമനായിവ ചികീർഷണം ദേഹിതമ്പതിസ്വയാ പ്രോഭിതോ ലോകനമസ്കൃതോ മനെ യത്വം നിരാഗ്രസ്തമസത്യസമ്മതം വിഹായ ജാരം വദസേ മമദ്വകം കഥം വദിസ്തേവഗതാന്യഥാ സദാം കുലപ്രസുരേ കുലദൂഷണം തിരം വിപർവികാരം നിരപത്രവാകുലം വിദുശ്ച പത്വശ്ച നയസ്യ ദസ്തമാം ഏവം വിമാനം വിതരം സ്മയമാനാശുചിസ്മിര വാദരാതം ജാമാത തവേഷ ഭൃഗുനന്ദനാം ശശംസമിത്രേ തത്സർവമയോരൂപാവിലംബനം വിസ്മിര പരമപ്രീതസ്തനയാം പരിഷസ്വജേ സോമേന യാജേന്വീരം ഗം സോമസ്യ ചാഗ്രേത് അസോമഘോരപ്യശ്വിനോശ്ചവനസ്വന തേജസാം ഹന്തുക്തമാതദേവജ്രം സദ്യോമനുരമൃഷാസവജ്രം സ്തംഭയാമാസാവജ്രസ്യ ഭാർഗവാം അന്വജാനം സർവേ ഗം സോമസ്യ ചാശ്വിനോ വിഷജാവിനയപൂർവം സോമാഹുത്യാവിഷ്കൃതൗ ഉത്താനപരഹിരാനർത്തോ ഗുരുഷേണൈത്രയാ ശര്യാദേര ഭവൻപുത്ര അനർത്താ ദേവതോ ഭവത് സോന്ദസമുദ്രേ നഗരീം നിരമായുഷസ്ഥലീം ആസിലോകം തവിഷാനാനർത്താദീനരിന്നവ തസ്യ പുത്രരം ജന്യേ കകുത്മേ ജ്യേഷ്ഠമുത്തമം കകുത്മേ രേവതീം കന്യാം സ്വാമാതായുർമുഖിത കന്യാവരം പരിപ്രഷ്ടം ബ്രഹ്മലോകമപാവൃതം അഹവർത്തമാനേ ഗന്ധർവേ സ്ഥിതോ ദക്ഷണക്ഷണം തദല്ല ആദ്യമാനസ്യ സ്വാഭിപ്രായം നിവേദേന തച്ചുത്വാ ഭഗവാൻ ബ്രഹ്മ പ്രഹസ്യതമുവാഹ അഹോ രാജം നിരുദ്ധാസ്തേ കാലേന ഹൃദയേവ തൽപുത്രപൗത്രനൃണാം ഗോത്രാചരണസന്മയേ കാലോ വിയാദശ്ചതുർവികൽപിതാ തദ്ഗച്ഛദേവദേവാം ച ദേവോ മഹാബല കന്യാരത്നവിലം രാജൻ നരരത്നായ ദേഹിവോ ഭോ വാരാവതാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിജാം ശേരപുണ്യശ്രവണകീർത്ര ഇത്യാദിഷ്ടോഭിവന്ദ്യാജം സുപരമാവില त्यक्तं पुण्येन त्रासाल् भाद्रवे दीक्षास्थिरे सुधां दत्त्वा नवद्याङ्गीं बलाय बलशालिने बदल्याख्यं गतो राजा तप्तुं नारायणाश्रमं श्रीकृष्णाय नमः हे श्रीमद्भागवते महापुराणे पारमहंस्यां संविधाय नामस्कन्धे तृतीयोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे गुरुवायूरप्पा നാരായണ 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 ഗോവിന്ദ 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 ശരിക്ക് വേണ്ട പോലെ വേദത്തെ അറിഞ്ഞാണ് വേദാർത്ഥത്തെ ശരിക്ക് ബ്രഹ്മനിഷ്ഠ സഭോവ ബ്രഹ്മനിഷ്ഠനായിരുന്നു ബ്രഹ്മത്തെ അറിഞ്ഞിരുന്നു ബ്രഹ്മത്തെ മനസ്സിലാക്കിയിരുന്നു വേദത്തെ വേണ്ട